അതോടെ നിങ്ങൾ എടുത്തു കാണിച്ചു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ മനസ്സുകളിൽ എവിടെല്ലാം മലയാളികളുണ്ടോ അവിടെ എല്ലാം നിങ്ങൾ പോയി. റിയലി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയും നിങ്ങൾ ഇതൊരു പഠനമായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് റിസർച്ച് വർക്കായിരുന്നു. നിങ്ങൾ ഒത്തിരി റിസർച്ച് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. എസ്പെഷ്യലി ഐ അപ്രിഷിയേറ്റ് യു. ഞാൻ റിയലി ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ അപ്രിഷിയേറ്റ് യു. ഇതുപോലുള്ള ആക്ടിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും അങ്ങോട്ട് സാധിക്കത്തില്ല. അത്ര നല്ല ആക്ടിങ് ആയിരുന്നു. ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ. നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ മെസ്സേജുമായിട്ടാണ് നിങ്ങൾ വന്നത്. നിങ്ങളെ ആരെയും ഞാനൊരു നാടകക്കാരായിട്ടല്ല നിങ്ങളെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ വലിയൊരു ദൗത്യവുമായിട്ട്, നിങ്ങൾ വലിയൊരു മെസ്സേജുമായിട്ടാണ് ജനങ്ങളുടെ മുൻപിൽ വന്നത്. കാരണം ജനങ്ങളോട് പറയുന്നു ഈ മസ്തിഷ്കം വളരാത്ത കുട്ടികളും അവർക്കും പലതും ചെയ്യുവാനുണ്ട്. സ്പെഷ്യലി ഞാൻ അപ്രിഷിയേറ്റ് യു. വൈക്കം ബിനു, വണ്ടർഫുൾ ആക്ടിങ്. ബീയിങ് എ ഫാദർ, നിങ്ങൾ ആ ആക്ടിലൂടെ ജീവിതങ്ങളെ തൊട്ട് സ്പർശിച്ചു. അതിന് ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. ഞാൻ കോഴിക്കോട് സങ്കീർത്തന പല പ്രാവശ്യങ്ങൾ നിങ്ങളുടെ നാടക ട്രൂപ്പിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും വളരെ നന്നായി, ഇത്രയും വളരെ ജനമനസ്സുകളിൽ നിങ്ങൾ ഇന്നും വളരുന്നു. ഇന്നും കാട്ടുകുതിരയിലെ നമ്മളുടെ നമ്മുടെ കൊച്ചുവാവ രാജൻ പി ദേവ് ഇന്നും എന്റെ മനസ്സിൽ ജീവിക്കുന്നു. സിനിമയിൽ കാണുന്ന രാജൻ പി ദേവ് അതാണ് ജനഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിയത് സിനിമയെക്കാളും കൂടുതൽ. അതുപോലെ നിങ്ങളുടെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പിന്നീട് നിങ്ങളോടുള്ള എനിക്ക് ഒരു വിനീതമായ അഭിപ്രായം, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിൽ ശാന്തമല്ലാത്തത്. കാരണം നമ്മളുടെ NRIs, അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യൻ മലയാളികൾ, ഇവരൊക്കെ സ്വന്തം ഫാമിലികളെ നാട്ടിൽ വിട്ടിട്ട് അവരിവിടെ താമസിക്കുന്നു. പക്ഷെ അവരുടെ കുഞ്ഞുങ്ങൾ ബൈ ഡിഫോൾട്ട്, ഞാൻ ആരുടെയും കുറ്റം പറയുന്നില്ല, നമ്മളുടെ സമൂഹത്തിൽ അവര് മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായി ഓരോ കുടുംബങ്ങൾക്കും ഭാരമായി അവർ ജീവിക്കുന്നു. അന്നേരം അവരെ എത്ര പ്രസംഗിച്ചാലും മനുഷ്യന്റെ ഉള്ളിൽ എത്തത്തില്ല. എത്ര സിമ്പോസിയം നടത്തിയാലും കലയാണ് ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത ദൗത്യമാകട്ടെ കേരളത്തിലെ ഈ